സിനിമാ മേഖലയിൽ ഇന്ന് കാണുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മമ്മൂട്ടി, മോഹൻലാലും ഉൾപ്പെടെയുള്ള മുതിർന്ന സൂപ്പർ സ്റ്റാറുകൾ ഇടപെട്ടിട്ടും ഒത്തുതീർപ്പിന് അനുകൂലിക്കാനോ അതല്ലെങ്കിൽ അനുനയിക്കപ്പെടാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ ചലച്ചിത്ര നിർമ്മാതാവ് ജി സുരേഷ് കുമാർ ഇനിയും തയ്യാറായിട്ടില്ല. താരങ്ങളുടെ പ്രതിഫലം നിലവിലെ നിലയിൽ തുടർന്നാൽ ഈ സിനിമാ വ്യവസായം തകർന്ന് തരിപ്പണമാകുമെന്ന അഭിപ്രായം സുരേഷ് കുമാർ ആവർത്തിക്കുകയാണ്. മാത്രവുമല്ല, ഫെബ്രുവരി മാസത്തെയൊക്കെ കണക്ക് പുറത്തു വരുമ്പോൾ ജനങ്ങൾ കൂടി ഇത് മനസ്സിലാകുമെന്ന പക്ഷമാണ് ജി സുരേഷ് കുമാറിനുള്ളത്. താരങ്ങളുടെ പ്രതിഫലം കൂടുന്നതുകൊണ്ട് ഏതാണ്ട് 70% താരങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കിയാൽ പിന്നെ ആ 30% വെച്ച് സിനിമ നിർമ്മിക്കേണ്ട അവസ്ഥയിലേക്കാണ് നിർമ്മാതാക്കൾ ചെന്നുപെട്ടിരിക്കുന്നതെന്ന അഭിപ്രായം ജി സുരേഷ് കുമാറിനുണ്ട്. എന്ന് മാത്രവുമല്ല, തിയേറ്റർ ഉടമകളും ഈ പ്രൊഡ്യൂസ് അസോസിയേഷൻ്റെ നീക്കത്തെ അനുകൂലിക്കുന്നുവെന്നും സുരേഷ് കുമാർ അടുത്ത കേന്ദ്രങ്ങളുമായി സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി. മാത്രമല്ല, മമ്മൂട്ടിയും മോഹൻലാലും ഫോണിൽ വിളിച്ച് സുരേഷ് കുമാറെ അനുനയിപ്പിച്ച് ഈ പ്രതിസന്ധിയിൽ നിന്ന് സിനിമാ രംഗത്തെ മോചിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ് അറിയിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ സിനിമാ വ്യവസായ മേഖലയിൽ ചെറിയൊരു പ്രതിസന്ധി ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രതിസന്ധി തീർക്കാൻ കഴിയുന്നില്ല. എന്താണ് വിവരങ്ങൾ? തർക്കം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. പല കോണിൽ നിന്ന് ഈ അനുനയ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല. ഏറ്റവും ഒടുവിൽ മമ്മൂട്ടിയും മോഹൻലാലും തന്നെ നേരിട്ട് ജി സുരേഷ് കുമാറിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. താരങ്ങൾ ഈ പ്രതിഫലം അത് കുറച്ചില്ല എങ്കിൽ വലിയ തിരിച്ചടി ഭാവി കാലങ്ങളിൽ മലയാള സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. അതിന് ചില കണക്കുകളും അദ്ദേഹം നിരത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 1000 കോടി രൂപയുടെ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടായത്. മലയാളം പോലൊരു ചെറിയ ഇൻഡസ്ട്രിക്ക് ആ നഷ്ടം താങ്ങാവുന്നതിന് അപ്പുറത്താണ്. ആ നഷ്ടം നികത്തണമെങ്കിൽ ഈ വർഷം കുറേ നല്ല സിനിമകളൊക്കെ വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ നല്ല സിനിമകൾ വരണമെങ്കിൽ ഈ താരങ്ങളൊക്കെ പ്രതിഫലം കുറയ്ക്കണം. ആ നിലപാട് ആവർത്തിക്കുകയാണ് സുരേഷ് കുമാർ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പൂർണ്ണ പിന്തുണ സുരേഷ് കുമാറിനുണ്ട്. ഒരു വശത്ത് അതേ സംഘടനയിൽപ്പെട്ട ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനെതിരെ നിലപാടെടുത്തെങ്കിലും സംഘടനയുടെ ഔദ്യോഗിക പിന്തുണയുള്ളത് സുരേഷ് കുമാറിനാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മമ്മൂട്ടിയും മോഹൻലാലും നേരിട്ട് സുരേഷ് കുമാറിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും കാര്യങ്ങളൊക്കെ സുരേഷ് കുമാറുമായി ബന്ധപ്പെടാൻ മമ്മൂട്ടിയും മോഹൻലാലും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഫോൺ എടുക്കാൻ ഇപ്പോഴും സുരേഷ് കുമാർ തയ്യാറായിട്ടില്ല. കാരണം മോഹൻലാലൊക്കെ പക്ഷപാതപരമായ നിലപാട് ഓൾറെഡി എടുത്തു കഴിഞ്ഞു എന്ന അഭിപ്രായമാണ് സുരേഷ് കുമാറിനുള്ളത്. കാര്യം സുരേഷ് കുമാറും മോഹൻലാലും തമ്മിൽ വളരെ കുട്ടിക്കാലം മുതലുള്ള ബന്ധമാണ്. ആ ബന്ധമൊക്കെ അവഗണിച്ചുകൊണ്ട് ചില നിയതമായ നിലപാട് ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചുകൊണ്ട് അത് എടുത്തതിലുള്ള അമർഷം സുരേഷ് കുമാറിനുണ്ട്. പരസ്യ പിന്തുണയാണ് ഈ വിഷയത്തിൽ ആന്റണി പെരുമ്പാവൂരിന് മോഹൻലാൽ നൽകിയത്. ആന്റണി പെരുമ്പാവൂർ വളരെ വിമർശനാത്മകമായി ഉന്നയിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് മോഹൻലാൽ പങ്കുവച്ചത്. അതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭാഗം കേൾക്കാൻ പോലും തയ്യാറാകാതെ ഒരു ഏകപക്ഷീയമായ നിലപാട് മോഹൻലാൽ സ്വീകരിച്ചു എന്നൊരു നിലപാട് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ അനുനയ ശ്രമത്തിന് നിൽക്കേണ്ടതില്ല, തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. മറ്റ് സംഘടനകളുടെ പിന്തുണ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് ഈ കേസിലുണ്ട്, അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത് അമ്മ വേഴ്സസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന രീതിയിലേക്ക് മാറുന്നു. പക്ഷേ അമ്മയ്ക്ക് ഒരു വശത്ത് ഈ താരങ്ങൾ മാത്രമാണ് അമ്മയ്ക്കൊപ്പം ഉള്ളത്, മറുവശത്ത് ഫെഫ്കയുടെയും ഫിയോക്കിൻ്റെയും അതോടൊപ്പം ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയും എല്ലാ പിന്തുണയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുണ്ട്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞ നിലപാടിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നു. താരങ്ങളുടെ പ്രതിഫലം കുറക്കണം, അതല്ല എങ്കിൽ മലയാളം സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ആ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. അതിൽ ഈ മുതിർന്ന താരങ്ങളടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് രമ്യമായി വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് പൊതുവെ ഫെഫ്ക അടക്കമുള്ള സംഘടനകളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കാൻ ഇപ്പോഴും അമ്മ തീരുമാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ താരങ്ങൾ തീരുമാനിച്ചിട്ടില്ല. താരങ്ങൾ ഒന്നാകെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പൂർണ്ണമായും തള്ളുകയാണ്. എത്രയോ താരങ്ങളാണ് ഈ ആന്റണി പെരുമ്പാവൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് നിർമ്മാതാക്കൾക്കെതിരെ താരങ്ങൾ നീങ്ങുന്നൊരു കാഴ്ച, അത് അനുനയിപ്പിക്കാനായിട്ട് ആർക്കും, അല്ലെങ്കിൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആർക്കും സാധിച്ചിട്ടില്ല. ജൂൺ 1-ാം തീയതി മുതൽ സമരം ആരംഭിക്കുമെന്നാണ് ഇന്നലെ ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കമുള്ള ആളുകൾ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും പറയുന്നത്. സമരത്തെ അവർ ഇതുവരെ തള്ളിയിട്ടില്ല. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലൂടെ മലയാള സിനിമ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കടന്നു പോവുകയാണ്. ഇതിലെങ്ങനെ തർക്ക പരിഹാരത്തിന് ഇടയുണ്ടാകുമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും അവർ പോലും ഈ വിഷയത്തിൽ ഇടപെട്ട് എല്ലാ സംഘടനകളെയും വിളിച്ച് രമ്യമായി പരിശോധിക്കാനോ അല്ലെങ്കിൽ പരിഹരിക്കാനോ സർക്കാർ തലത്തിൽ പോലും ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഈ തർക്ക വിതർക്കങ്ങളുമായി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ആത്യന്തികമായി ഇത് ബാധിക്കുക സിനിമാ മേഖലയാണ്. അതിൽ എന്തായാലും ഒരു പരിഹാരം അനിവാര്യമാണ്. പ്രൊഡ്യൂസേഴ്സ് പറയുന്നതിലും ചില
വസ്തുതകളുണ്ട്. കാരണം 1000 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം മാത്രം നഷ്ടമുണ്ടായത്. അത് നികത്താൻ മലയാള സിനിമയ്ക്കാകണം വരും വർഷങ്ങളിൽ. ഒരു ലോക ശ്രദ്ധയൊക്കെ നേടുന്ന ഇൻഡസ്ട്രിയാണ്. ഓക്കെ, താങ്ക് യു. ഷബീർ മണ്ണാർക്കാട് ചോദിക്കുന്നു, ഈ പ്രശ്നത്തിലൊക്കെ ആർക്കെങ്കിലും താല്പര്യമുണ്ട്, ഇതിനുവേണ്ടി എന്തിനാണ് സമയം കളയും? തീർച്ചയായിട്ടും സിനിമാ വ്യവസായം എന്ന് പറയുന്നത് ഇത്ര കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സിനിമാ രംഗത്തുണ്ടാകുന്ന ചെറിയ ചലനം പോലും ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്. ഗ്ലാമർ മീഡിയം ആയതുകൊണ്ട് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് സിനിമയിൽ താല്പര്യമുണ്ട്.